സംശയം തോന്നാൻ കാരണം ഇന്ന് രാവിലെ ഇങ്ങനെ ഒരു വാർത്ത ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. അപ്പോൾ ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇങ്ങനെ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരു കൺസെപ്റ്റ്, കാരണം നമ്മുടെ നാട്ടിൽ എപ്പോഴും അയാളെ പറ്റി ഒരു നമുക്ക് ഒരു മോശം ചിത്രമാണുള്ളത് ഏതൊരാൾക്കും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ നടന്നു വരുമ്പോഴെല്ലാം ഇങ്ങനെ പെട്ടെന്ന് ഈ കാര്യം ഓർത്തുകൊണ്ടാണ് ഓഫീസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് ഇവിടെ എത്തിയപ്പം ഒരാൾ നടന്നു വരുന്നത് കണ്ടു. കാരണം അവിടെ എത്തുമ്പോൾ 3-4 പോലീസ് വണ്ടി സ്പീഡിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടായിരിക്കും പോലീസ് സെർച്ചിങ് ആയിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഒരു 1/2 കിലോമീറ്റർ വന്നപ്പോഴാണ് ഒരാളിങ്ങനെ നടന്നു വരുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 9 മണി 9:15 സമയത്താണ്. അതെ, ഞാൻ ഏകദേശം ഒരു 9:05 എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. പയ്യാമ്പലത്താണ് എൻ്റെ വീട്. അപ്പോൾ അവിടെ നിന്ന് ഇവിടം വരത്തെ ബൈക്കിലെത്തേണ്ട ഒരു ടൈമേ ഉണ്ടായിരുന്നു. അയാൾ തനിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ആളിങ്ങനെ ഒരു ബെഗർ നടന്നു വരുന്ന മാതിരി, നമ്മൾ ഡ്രസ്സൊക്കെ മുഴുവൻ നനഞ്ഞ് കൈ രണ്ടും ഇങ്ങനെ മുടിയുടെ ഇടയ്ക്കേക്ക് തുണിയുടെ ഇടയ്ക്കേക്ക് കയറ്റി വെച്ചിട്ടാണ് ആൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇല്ല, എനിക്ക് അപ്പോൾ സംശയം തോന്നി. ഒരാളോട് ഞാൻ പെട്ടെന്ന് ചോദിച്ചു, ഇത് ഇയാളാണോ, സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഓട്ടോ ഡ്രൈവറാണ്, പുള്ളി പറഞ്ഞു നോക്കാന്ന് പറഞ്ഞു. എൻ്റെ വണ്ടിയിൽ കയറി. അപ്പോൾ ഞങ്ങളൊരു 10-20 മീറ്റർ ഇവൻ്റെ പുറകെ വന്ന് ഇവനെ വിളിച്ചു. റോഡ് ഞങ്ങൾ വണ്ടി അപ്പുറം നിർത്തി ഇവനെ വിളിച്ചപ്പോഴേക്കും അവൻ തിരിഞ്ഞു നോക്കി. നിൽക്കടാന്ന് പറയുമ്പോഴേക്കും ആള് ഓടുകയാണ് ചെയ്തിട്ടുണ്ട്. ആള് തന്നെ ഇവിടെ തൊട്ടപ്പുറം ഈ ഒരു വീട് പണി നടക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് ഓടി വന്ന് അവിടെ മതിലെടുത്ത് ചാടി ഓടുകയാണ് ചെയ്തിട്ടുണ്ട്. പിടിയിലായിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള വിവരം. ആക്ച്വലി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആൾക്കാരുണ്ട്. ഇവിടെ ഈ കാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടാകാനുള്ള ചാൻസുണ്ട്. കിണറുണ്ടാവും, നോക്കണേ സാറേ. ഇത് നമ്മൾ നോക്കിയാൽ